الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 280 ആയത്ത്. ഇത് കടവുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു, ഇൻ കാനൂ ഉസ്റത്തിൻ, ഇനി അവൻ ഞെരുക്കക്കാരനായെങ്കിൽ ഫനൗറത്തുൻ, കാത്തിരിക്കണം. അപ്പോൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അവന് സമയം നീട്ടിക്കൊടുക്കണം. ഇലാ മൈസറത്തിൻ, ഒരു എളുപ്പത്തിലേക്ക്, അവൻ എളുപ്പമാകുന്നത് വരെ, ആ കടം വാങ്ങിയവൻ അവന് എളുപ്പമാകുന്നത് വരെ, എളുപ്പമുണ്ടാകുന്നത് വരെ ഈ കടം കൊടുത്തവൻ അവന് ഒരു സമയം നീട്ടിക്കൊടുക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അവൻ ഞെരുക്കക്കാരനാണെങ്കിൽ അവന് സമയം നീട്ടിക്കൊടുക്കണം. അത് മാത്രമല്ല, അൻതസദ്ദഖു, ഇനി നിങ്ങളത് സ്വതക്കയായി ഗണിക്കുകയാണെങ്കിൽ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. ആ കടം കൊടുത്ത കാശ് നിങ്ങൾ സ്വതക്കയായി പരിഗണിച്ചുകൊണ്ട് ആ ഞെരുക്കക്കാരന് നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഉത്തമമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, കാരണം കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമം അതാകുന്നു. അതുകൊണ്ട് ഒരു കടക്കാരൻ, നിങ്ങൾ കടം കൊടുത്ത ഒരു കടക്കാരൻ, അയാൾ ഞെരുക്കമുള്ളവനാണെങ്കിൽ അയാൾക്ക് അവധി നീട്ടി കൊടുക്കണം. അത് മാത്രമല്ല, ഇനി നിങ്ങൾ വലിയ കഴിവുള്ളവനാണെങ്കിൽ, നിങ്ങൾ ധനാഢ്യനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ വ്യക്തിക്കത് സ്വതക്കയായി പരിഗണിച്ചുകൊണ്ട് അതിനെ വിട്ടുകൊടുക്കണം, പൂർണ്ണമായി അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല, ഓരോരാൾക്കാണ് ഓരോരോ ആളുടെയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സതുപദേശമായി നമുക്ക് ഈ വചനത്തിൽ കൂടി നൽകുന്ന ഒരു സന്ദേശം. കടവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റത്തെ കാരുണ്യത്തിന്റെ ഒരു വചനമാണിത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.